ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കാലങ്ങളായി തുടങ്ങിയതാണ് ഈ സമരം. ചെങ്കൽ മേഖല ഇന്നും വളരെ ദുരിതത്തിൽ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ ഈ പെർമിറ്റിന് വേണ്ടി സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷത്തോളം ആയിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ പെർമിറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു തീരുമാനവും ആയിട്ടില്ല. ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് ലീഗലായും കൊണ്ട് പെർമിറ്റ് എടുത്തും കൊണ്ട് സുതാര്യമായി ഈ മേഖല പ്രവർത്തിക്കണം. കാരണം ഒരുപാട് തൊഴിലാളി ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ജീവിക്കണമെങ്കിൽ ഈ മേഖല നല്ല രീതിയിൽ നടന്നു പോകേണ്ട ആവശ്യം ഉണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമുക്കൊരു പെർമിറ്റ് ഇല്ല എങ്കിൽ തന്നെ നമ്മുടെ ഒരു വണ്ടി ഇത്രയും കല്ലും കൊണ്ടുപോകുന്ന അടക്കുന്നത് 30,000-20,000 രൂപ വെച്ച് ഓരോ വണ്ടി കടക്കുന്നുണ്ടെങ്കിലും ഇത് അപകടത്തിൽ പെട്ടാൽ തന്നെ ഇൻഷുറൻസ് കിട്ടാത്ത അവസ്ഥ പോലും ഈ പെർമിറ്റിൻ്റെ പേരിൽ ഞങ്ങൾ അനുഭവിക്കേണ്ട ഗതികേട് ഇന്നും വരുന്നുണ്ട്. ഇതിന് പരിഹാരം കാണണം. മാത്രമല്ല, മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഭീമമായ സംഖ്യ പിഴ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കാസർഗോഡ് ജിയോളജിയിൽ തന്നെ കെട്ടിക്കിടക്കുന്ന പിഴ, അതൊക്കെ വൺ ടൈം അദാലത്തിലൂടെ അത് ഒഴിവാക്കി തരണം. കാരണം ഇന്നും നികുതി അടക്കാൻ പറ്റാത്ത, നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്ത ഭൂമി അതിൽ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ളത് അദാലത്തിലൂടെ പരിഹരിക്കണം. അതുപോലെ തന്നെ പിടിച്ച വണ്ടികൾ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വണ്ടി പിടിച്ചാൽ ഈ കാണുന്ന കുറേ മാസങ്ങളായിട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് 3-4 മാസം വരെ സെക്ഷൻ ആളില്ല അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരില്ല എന്ന് പറഞ്ഞ് നിരന്തരം കലക്ടറേറ്റിലേക്ക് ബുദ്ധിമുട്ടേണ്ട ഗതികേട്, അതൊക്കെ അവസാനിപ്പിക്കണം. കാരണം ന്യായമായ രീതിയിൽ പെർമിറ്റ് എടുത്ത് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അനുവാദം കിട്ടണമെന്നാണ് ഈ ധർണയിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതിലും ഞങ്ങൾക്ക് പെർമിറ്റിൻ്റെ അപാകത ഒഴിവായില്ലെങ്കിൽ ഇനി വൻ പണം നിർത്തിയും കൊണ്ട് അതിശക്തമായ സമരത്തിന് ഞങ്ങൾ നേതൃത്വം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്ന, നമുക്ക് വേണ്ടി നമ്മുടെ മേഖലയ്ക്ക് വേണ്ടി സബ്മിഷൻ വരെ അവതരിപ്പിച്ച എന്നെ നെല്ലിക്കുന്ന് MLA, അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് നാരായണകുളത്തൂർ, അതുപോലെ തന്നെ ജില്ലാ ട്രഷറർ M വിനോദ് കുമാർ, നമ്മുടെ അധ്യക്ഷൻ സുധാകര പൂജാരി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അനിൽകുമാർ, അതുപോലെ തന്നെ ഹരീഷ് വെട്ടി, എല്ലാവരെയും ജില്ലാ കമ്മിറ്റി അംഗം ഉമ്മർ MP അടക്കമുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി കാസർഗോഡിൻ്റെ പ്രിയങ്കരനും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ കൂടെ കുഞ്ഞോട് കുഞ്ചു ചേർത്ത് നിന്ന നമ്മളെ കാസർഗോഡിൻ്റെ MLA-യുമായ നെല്ലിക്കുന്ന് സാറിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. കാണാൻ തീർച്ചയായും അത് ന്യായമായ കാര്യമാണ് എന്നാണ് മന്ത്രിയുടെ മറുപടിയെങ്കിലും ഇതുവരെ നമുക്ക് അനുകൂലമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള സമരങ്ങൾ, ധർണകൾ സംഘടിപ്പിക്കാൻ നമ്മൾ തയ്യാറായിട്ടുള്ളത്. എനിക്ക് ഒരു കാര്യം മാത്രമേ സർക്കാരിനോടും മന്ത്രിയോടും പറയാനുള്ളൂ. ഇന്നിപ്പോൾ ഈ ചെങ്കൽ കോറി ഉടമകൾ ഇവിടെ നടത്തുന്ന സമരം സർക്കാരിനോട്, ബന്ധപ്പെട്ട മന്ത്രിയോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. ആ ആവശ്യം മറ്റൊന്നുമല്ല, ഇനി ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് ഒരു മുഴം കയറ് ഞങ്ങൾക്ക് നൽകണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാൻ വേണ്ടിയാണ് ഈ സമരം ഇവിടെ നടത്തുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കും. നിങ്ങൾക്ക് വേറെ വഴിയില്ല എന്നെനിക്ക് നല്ലതുപോലെ അറിയാം. കാരണം ചെങ്കല്ല് കോറി ഉടമകൾ നമ്മുടെ നാടിൻ്റെ വികസനത്തിന്, പുരോഗതിക്ക് വേണ്ടി ചെയ്യുന്ന സംഭാവനകൾ നമുക്കെല്ലാവർക്കും അറിയാം. ചെങ്കല്ല് ഇല്ലെങ്കിൽ സർക്കാർ ഓഫീസുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുകയില്ല, വീടുകൾ നിർമ്മിക്കാൻ സാധിക്കുകയില്ല, മറ്റ് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുകയില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വീടുകൾ പണിയണമെങ്കിൽ ചെങ്കല്ല് വേണം. അവർക്ക് ചെങ്കല്ല് എത്തിക്കുന്നവരാരാണ്? നിങ്ങളെപ്പോലെയുള്ള ആളുകൾ. പക്ഷേ നിങ്ങളിൽ പലരും ഇങ്ങനെ ചെങ്കല്ല് നിങ്ങളുടെ വാഹനങ്ങളിൽ അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത വാഹനങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ നല്ലതുപോലെ അറിയാം. വല്ലാതെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നമുക്ക് ആരിലും ഞെട്ടൽ ഉളവാക്കുന്ന വിധത്തിലുള്ള പിഴയാണ് ചുമത്തുന്നത്. ആ പിഴ ചുമത്തിയാൽ തന്നെ നിങ്ങളുടെ വാഹനങ്ങൾ വിട്ടുതരാൻ മാസങ്ങളോളം എടുക്കേണ്ടി വരുന്നു എന്നതും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിലൊക്കെ ജനപ്രതിനിധികളായ ഞങ്ങൾ ഇടപെട്ട കാര്യമാണ്. അസംബ്ലിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വാഹനങ്ങൾ പിടികൂടുന്നുണ്ട്. പിഴ ചുമത്തി ഇപ്പോൾ രാവിലെ ഒരു വാഹനം പിടികൂടുകയാണെങ്കിൽ ഉച്ചയാകുമ്പോൾ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്, നമ്മുടെ കലക്ടർക്ക്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക്, ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിന് താല്പര്യമുണ്ടെങ്കിൽ ഒരു വാഹനം രാവിലെ പിടിച്ചാൽ പിറ്റേ ദിവസം പോലും കാത്തിരിക്കേണ്ട ആവശ്യമില്ല, അന്ന് തന്നെ പിഴ ചുമത്തി നിങ്ങൾക്ക് വിട്ടുതരാവുന്നതാണ്. പക്ഷേ വിട്ടുതരുന്നില്ല. വിട്ടുതരാത്തത് കൊണ്ടുള്ള എന്താണ് പ്രയാസം? ആ വാഹനങ്ങൾ തുരുമ്പെടുക്കും. ഒരു വാഹനം മാത്രമുള്ള കോറി ഉടമകൾ, ആ ഉടമകൾക്ക് പിന്നെ വേറെ മാർഗമില്ല, പട്ടിണിയിൽ അല്ലാതെ വേറെ മാർഗമില്ല. ഇവിടെ ECയുടെ കാര്യം പറഞ്ഞു, എൻവിറോൺമെൻറ്റ് ക്ലിയറൻസ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ചെങ്കല്ല് വെട്ടിയാൽ അത് പ്രകൃതിയെ
പ്രകൃതിയെ ഹാനികരമായി ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ ഹുസൈൻ അതിനുള്ള വിശദീകരണം ഇവിടെ നൽകി. നിങ്ങൾ ചെങ്കല്ല് വെട്ടിയാൽ അവിടെ ഒരു കുഴി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ നല്ല പൂന്തോട്ടം ഉണ്ടാക്കും, അല്ലെങ്കിൽ കൃഷി ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ എൻവിറോൺമെൻറ്റിനെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ കൂടിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ സർക്കാർ ഈ വക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ മേശപ്പുറത്ത് ഉറങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് തട്ടി ഉണർത്തണം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ നാളെ അസംബ്ലി തുടങ്ങുകയാണ്. ഈ അസംബ്ലിയിലും ഒരുപക്ഷെ ഈ നിയമസഭയുടെ അവസാനത്തെ അസംബ്ലിയായിരിക്കും. അപ്പോൾ കഴിഞ്ഞ അസംബ്ലി സമ്മേളനങ്ങളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി എത്രമാത്രം ശക്തമായി ശബ്ദിച്ചിട്ടുണ്ടോ, പ്രസംഗിച്ചിട്ടുണ്ടോ, വാദിച്ചിട്ടുണ്ടോ, അതിനേക്കാൾ ശക്തമായി ഈ അസംബ്ലി സമ്മേളനത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇടപെടുമെന്ന് ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു നീണ്ട പ്രസംഗം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൻ്റെ സ്ഥിതി എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളുടെ എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി എനിക്ക് നന്നായിട്ടറിയാം. മാത്രവുമല്ല, നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികൾ നിങ്ങളിങ്ങനെ ഈ സമരവുമായി മുന്നോട്ട് പോയാൽ ആ തൊഴിലാളികളുടെ അടുക്കളയിൽ പുക ഉയരാത്ത ഒരു സ്ഥിതിവിശേഷം വരും. പിന്നെ അവർ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഈ കളക്ട്രേറ്റിന് തൊട്ടടുത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളൊരു ധർണ പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഒരു മുതലാളിക്ക് അങ്ങനെയുള്ള ദുര്യോഗമുണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ സമരവും ഇങ്ങനെ നീണ്ടു പോയാൽ ഈ ജില്ലയിലെ ചെങ്കൽ ഉടമകൾ ആശ്രയിച്ച് കഴിയുന്ന സാധാരണക്കാരായ തൊഴിലാളികളുടെ ജീവിതം എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സംസ്ഥാനത്ത് വരുത്തിവെക്കാൻ സർക്കാർ ഒരിക്കലും മുന്നോട്ട് വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കുറേ കുടുംബങ്ങൾ പട്ടിണിയിലാകുന്ന എന്ന ഒരു പ്രശ്നമാണ്. കുറേ ആളുകൾക്ക് ജോലിയില്ലാതാകാൻ പോകുന്ന അവസ്ഥയാണ്. നമ്മുടെ നിർമ്മാണ പ്രവർത്തനം, നമ്മുടെ നാടിൻ്റെ വികസനം സ്തംഭിക്കുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് സർക്കാരിനോട് ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ കളക്ട്രേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അല്പം നമ്മുടെ ഈ സമരം ഉദ്ഘാടനം ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ കിടക്കുന്നത്. നമ്മൾക്കറിയാം, നമ്മൾക്ക് ഒരു ജീവിതമാർഗം തന്നെ ചെറിയൊരു ലാഭത്തിലാണ് നമ്മൾ പോകുന്നത്. കാരണം നമ്മൾ ജീവിക്കാനുള്ള സാമ്പത്തികം മാത്രമാണ് കിട്ടുന്നത്. സാധാരണ ഒരു തൊഴിലാളിയുടെ സാമ്പത്തികമാണ് ഒരു ചെങ്കൽ പണ ഉടമസ്ഥന് കിട്ടുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതിനെ സംരക്ഷിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, നമ്മുടെ ഈ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ മറ്റു ഇതിനോട് അനുബന്ധിച്ചുള്ള തൊഴിലാളികൾക്കും ജോലി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ശക്തമായി കമ്മിറ്റി ഇടപെട്ടുകൊണ്ടാണ് ഈ വ്യവസായം മുമ്പോട്ട് പോകുന്നത്. ആ സമയത്താണ് നമുക്ക് ഈ ഭീമമായ ഫൈനുകളും അത് മറ്റു വണ്ടികളും എല്ലാം പിടിച്ചെടുത്തുകൊണ്ട് പോകുന്ന സമയമായതുകൊണ്ട് നമ്മൾ ഇതിനു മുമ്പ് കാസർഗോഡ് ജില്ലയിൽ തന്നെ സമരം ചെയ്തിട്ടുണ്ട്. ആ സമരത്തിൽ നമ്മൾ ഒരു മാസത്തോളം സമരം ചെയ്ത് നമുക്ക് അനുകൂലമായി ചെറിയൊരു ദിവസങ്ങൾ 10-15 ദിവസങ്ങൾ മന്ത്രിയുടെ കയ്യിലും മന്ത്രിയിൽ നിന്നും പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കയ്യിലും കൊടുത്തുകൊണ്ട് IAS ഉദ്യോഗസ്ഥന്മാരുടെ മേശപ്പുറത്താണ് നിന്ന് കിടക്കുന്നത്. അതിൽ ഭേദഗതി ചെയ്തു, നിയമസഭയിൽ നിന്ന് ഭേദഗതി ചെയ്തുകൊണ്ട് അതിൻ്റെതായ വകുപ്പായ റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മേശപ്പുറത്ത് കിടന്നുകൊണ്ട് നമ്മളെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് ഒരു കൂട്ടർ ഉദ്യോഗസ്ഥന്മാർ. എന്നാൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒരു കൂട്ടം ഉദ്യോഗസ്ഥന്മാർ നമ്മൾ ഈ വ്യവസായത്തെ തകർത്തുകൊണ്ട് മുമ്പോട്ട് പോകണമെന്നുള്ള ഉദ്ദേശമില്ലാന്നുള്ളത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കരിങ്കലിനെ പോലെ തന്നെ ചെങ്കലിൽ നിന്നുള്ളൊരു താല്പര്യത്തിലാണ് അവർ ഇങ്ങനെ ചെയ്തു കൊണ്ടുകൊടുക്കുന്നത്. അത് മാറ്റിയെടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളിങ്ങനെ ഒരു പ്രശ്നം. സംസ്ഥാന കമ്മിറ്റി കേരളത്തിലെ വിവിധ കലക്ടറേറ്റ് പടിക്കൽ മുമ്പിൽ നടത്തുന്ന ധർണാ സമരത്തിൻ്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് കലക്ടറേറ്റിൻ്റെ പടിക്കൽ ഇത്തരമൊരു സമരവുമായി തിരിക്കുന്നത്. ചെങ്കൽ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തീക്ഷ്ണമായ ഒരു സമരം ഒരു വർഷത്തിന് മുമ്പ് ഈ ചെങ്കൽ മേഖലയിലെ തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും വേണ്ടി ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന സമരമാണ് ഇവിടെ നടത്തിയത് ഒരു വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ ആ സമരത്തിൽ ഞങ്ങൾ ഉയർത്തിയ ആവശ്യങ്ങൾ ഭാഗികമായി പോലും പരിഗണിക്കാതെ ഇന്നും ഞങ്ങളുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും അതേപടി തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു സൂചനാ സമരവുമായി, ഒരു ധർണാ സമരവുമായി ചെങ്കൽ ഉൽപ്പാദക ഉടമസ്ഥ ക്ഷേമ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഈ കലക്ടറേറ്റിന്റെ പടിക്കലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് പെർമിറ്റ് ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥിതികൾ കൂടുതൽ സുതാര്യമാക്കുകയും വളരെ ലളിതമാക്കി തരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു ഞങ്ങളന്ന് സമരം നടത്തിയതെങ്കിൽ
അതിനുള്ള കടമ്പകൾ കൂടുതൽ കർക്കശമാക്കുകയും ഞങ്ങൾക്ക് പെർമിറ്റ് ഒരു കാലത്തും ലഭിക്കാത്ത തരത്തിൽ അതിൻ്റെ ചട്ടങ്ങളും മറ്റും ഭേദഗതി ചെയ്തുകൊണ്ട് ഉദ്യോഗസ്ഥരും ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരമൊരു സമരമല്ലാതെ മറ്റു മാർഗമില്ലാത്തത് കൊണ്ടുകൂടിയാണ് ഞങ്ങൾ ഈ കലക്ടറേറ്റ് പടിക്കൽ ഇങ്ങനെ ഒത്തുചേരൽ ധർണാ സമരവുമായി വന്നത്. പട്ടയഭൂമിയിൽ ഖനനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥിതികൾ ഉണ്ടാക്കുമെന്നും പെർമിറ്റിന്റെ പേരിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ തൽക്ഷണം തന്നെ വിട്ടു നൽകുമെന്നും പെർമിറ്റിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ടി നൽകുമെന്നും അതുപോലെ തന്നെ ഭീമമായി ചുമത്തപ്പെട്ട പിഴകൾ എല്ലാം ഒഴിവാക്കി തരുമെന്നും അന്ന് വാക്കാൽ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും യാതൊന്നും പാലിക്കാതെ മുന്നോട്ട് പോയപ്പോൾ ഇത്തരമൊരു ധർണാ സമരവുമായി ഞങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ ഇനിയും ഞങ്ങളെ ഇതുപോലെ പീഡിപ്പിക്കാനാണ് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളും അധികാരികളും ശ്രമിക്കുന്നത് എങ്കിൽ കടുത്ത സമരമുറകളുമായി ഞങ്ങൾ ഇനിയും കടന്നു വരും എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിലേക്ക് എത്തിച്ചേർന്ന ആളുകൾക്ക് നന്ദി രേഖപ്പെടുത്തുക ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. തന്നുടെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെന്നോർത്തിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകവിടിയണം, കനലൊടുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ അതെ, ഒരു പുതിയ തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, UPI അക്കൗണ്ടുകൾ വഴി നിങ്ങൾക്ക് പണം അയച്ചു തരികയും ശേഷം അത് തിരിച്ചയക്കാൻ ഒരു QR കോഡ് നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. QR കോഡിൽ നമുക്കവർ അയച്ചു തന്ന തുകയേക്കാൾ വലിയ തുകയായിരിക്കാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ശ്രദ്ധിക്കാതെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുകയാണെങ്കിൽ നമുക്ക് വലിയ തുക നഷ്ടമാകും. ഇത്തരത്തിൽ അപരിചിതർ പണം മാറി അയച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ ബന്ധപ്പെട്ടാൽ ഒരു കാരണവശാലും പണം അവർക്ക് തിരിച്ചയക്കാൻ ശ്രമിക്കരുത്. അവരോട് NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറയുക. ഇനി നിങ്ങളാണ് ഇത്തരത്തിൽ പണം മാറി അയച്ചതെങ്കിൽ നിങ്ങൾക്കും NPCI വഴി കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതിനായി NPCI എന്ന വെബ്സൈറ്റിൽ കയറി കൺസ്യൂമർ എന്ന ഓപ്ഷനിലെ UPI കംപ്ലൈൻറ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം കംപ്ലൈൻറ്റിലെ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകി സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് NPCI അതോറിറ്റി നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ, City Gold, Gold and Diamonds.
വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.